ആയിരുന്നു ഇതോടെ ചോദിക്കും ഇതിലും വേണ്ടേ? വേണ്ട. ഇത് ഞാൻ നേരത്തെ ഒന്നും ഉപയോഗിച്ചോണ്ടല്ലോ. വേണ്ട വേണ്ടെന്ന്. എന്നെ ഒരു ജീവിത കണ്ണിന് കണ്ണാടിക്ക് കാണാൻ മേലെ മറ്റുള്ളവരെ. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുക. ഇത് എത്രയും നല്ല സാധനം മനസ്സിലാക്കണം. എത്ര വർഷം വേണേലും ഇടാം. എന്തിനാണ് അത്? കാലയിലിടാൻ. ആർക്ക്? വിവാന്റെ അല്ലേ? അമ്മയുടെ ചെരുപ്പാ. എനിക്ക് വേണ്ട. അതിനാ? എനിക്കല്ല. ഇല്ല, നമുക്കത് പുറത്ത് പോവുകയല്ലേ, വല്ലയിടത്തൊക്കെ പുറത്ത് പോകുമ്പോ ഇട്ടോണ്ട് പോകാനുള്ളതാണ്. ഇവർക്ക് ഇല്ല, അവരുടെ കാലൊക്കെ വലിയ നീളമുള്ള കാലാ. കണ്ട അവരെ വിവീനയുടെ വിവാന്റെ കാല് നീളാ. അതിലൊന്നും കാര്യം. അത് കേറത്തില്ല, പുറത്ത് കിടക്കും. പുറത്ത് കിടക്കും. അതെ, ഇത് അമ്മയ്ക്ക് മേടിച്ചു തന്നിരിക്കുന്നതാ. അതെ അതെ, അത് നമ്മള് വീട്ടിലിടുന്നത്, ഇത് പുറത്ത് പോകുമ്പോ ഇടുന്നത്. അത് ഇട്ട് നോക്കിക്കേ, അതങ്ങനെയാ. ഇത് കൂടെ ഇട് നോക്കിയാ. നിങ്ങളുടെ പാകല്ലേ, കറക്റ്റ് അല്ലേ? അതല്ല ചെറുപ്പ് ഊരിയിട്ട് എന്നതാണ് അമ്മയുടെ ഒരു കാര്യങ്ങളൊക്കെ. അമ്മയ്ക്ക് ഇപ്പൊ ഒരു ചെരുപ്പം കൊണ്ട് നടക്കൂല പണിയെ. പാകല്ലേ? പറ, പാകാണോന്ന്? പാകമല്ലേ? നല്ലതല്ലേ ഇട്ടിട്ട്? കുറവൊന്നുമല്ല, കൂടുതലാ. നല്ല കറക്റ്റാ. കണ്ടോ? നടന്നേ നടക്കുന്നുണ്ടോ? ചായ എന്തിയേ? ഇതുമായിട്ട് മാറ്റമുണ്ട്. ഇല്ലല്ല, ചായ കുടിച്ചോ? ചായ കുടിച്ചു. ഞാൻ നോക്കട്ടെ. ചായ എടുത്തോണ്ട് അങ്ങ് പോയതാ. ചായ കുടിച്ചു. ഇതെന്താ? ഇത് പഴവും ചായയും കൂടെ എടുത്തോണ്ട് പോയി ഇവിടെ വിളിച്ചിരുന്നത്. ഇത് ഇവിടെ വന്നിരുന്നില്ല. ഇവിടെ വാ, ഇവിടെ വന്നിരിക്കേ. തിന്നെ ഇവിടെ പോരെ. ഞാൻ ചായ എടുക്കാൻ പോയില്ല. ഇവിടെ വന്നിരിക്കാനേ. ഏലിക്കുട്ടി ഇവിടെ വന്നിരി തിന്നെ. ഏലിക്കുട്ടിക്ക് ഓരോ പരിപാടികളൊക്കെ ആട്ടോ. ഇങ്ങനെയൊക്കെ ഓരോ പരിപാടികളുണ്ട്. ഞാൻ തിന്നതാ. അമ്മയുടെ ചായ ആയിട്ട് അമ്മ പോയി പെരക്കകത്തോട്ട്. എല്ലാരും തിന്നോ? അല്ല, രോമോൻ തിന്നിട്ടില്ല. ഞാളെ തിന്നാറുള്ളേ. രോമോനുണ്ട്. അവർക്ക് വിട്ടെ. അതുകൊണ്ട് വേറെ ഉണ്ട്. അപ്പൊ അവനുണ്ട്. രോമോന് പറഞ്ഞപ്പോഴേ വന്നു. അത് രോമോൻ അകത്ത് പോയില്ലേ? ഇത്ര നേരമായില്ലേ? കുടിക്കാൻ പറഞ്ഞ ഭയങ്കര പ്രാർത്ഥനയാണ്. എന്ത് പ്രാർത്ഥനയാണോ എനിക്ക് വയ്യ. അമ്മേനെ കൊണ്ട് പ്രാർത്ഥനയെല്ലാം തുടങ്ങി. പിന്നെ ചായയും വേണ്ട, ഒന്നും വേണ്ട. തന്നെ പിന്നെ അത് തന്നെ ചൊല്ലിക്കൊണ്ടിരിക്കുക. തൊണ്ട പൊട്ടുന്ന പോലെ. സമയത്തല്ല, ആ സമയത്തൊന്നും അല്ല പ്രാർത്ഥനയല്ലേ. നിർത്താൻ പറയാനോട്ട് നിർത്തത്തുമില്ല. പ്രാർത്ഥന എന്തോരം ചെയ്യാൻ അവർക്ക് ഒന്നും മതിയായി. ഞാൻ പോവാണ്. അത് സാരമില്ലെന്നേ, വല്ലതും കഴിച്ചിട്ട് പോവാം. വീട്ടോട്ട് പോവാ. വീട്ടോട്ട് പോകുന്നതിനാ കുഴപ്പം? വല്ലതും കഴിച്ചിട്ട് പോവാം. പല്ല് തേക്ക്. എന്നെ കൊണ്ടുപോകാൻ അവരെന്നെ കൊണ്ടുപോകാൻ വേണ്ടി പല്ല്. ഇപ്പോൾ ഒന്നും വരികയില്ല. പല്ല് തേച്ചിട്ട് കഴിച്ചിട്ട് ചെല്ലാനാ പറഞ്ഞത്. അതിലൊന്നുമില്ല. ഉണ്ടെന്നേ. ഇല്ലെന്ന് ആര് പറയും? ആർക്ക്? എന്നാ ഇരിക്കണം? നാളെ ചാടി. അത്രയും പോരെ? അത്രയും പോരെ? അത് പൽപ്പൊടി, അമ്മയുടെ പ്രിയപ്പെട്ട പൽപ്പൊടി. തേക്ക്, പെട്ടെന്ന് തേക്ക്. ഇല്ലേ? അത് കൊള്ളാം. നല്ല വർത്താനായിപ്പോയി. എടുത്തു വെച്ചിട്ടുണ്ട്, കഴിച്ചോ. ആ, പല്ലെല്ലാം തേച്ച് കഴിഞ്ഞല്ലേ? ഇവിടെ ഉണ്ട്, കഴിച്ചു. അമ്മയൊക്കെ ഉണ്ട്. അമ്മയ്ക്ക് ഇവിടെ ഉണ്ടെന്നേ. എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാനെടുത്ത് തന്നോണ്ടായിരിക്കും ഇപ്പോൾ ചോദിക്കുന്നത്. അമ്മ എന്തിയെന്ന് ചോദിക്കുന്നത്. ഒന്ന് കഴിച്ചോ. ബാ. അത് വെള്ളം കൊണ്ടു വെച്ചല്ലേ കുടിക്കാൻ? നമുക്ക് വെള്ളം വേണമല്ലോ മുഖ്യം.
വെള്ളോ ആ ഏ എങ്ങോട്ട് പോകാനാണ് ആർക്ക്? എനിക്ക്? എങ്ങും പോകാനില്ല. എങ്ങും പോകാനില്ല. എങ്ങും പോകാനില്ല. ഇന്ന് എവിടെയാണ് പോകണ്ടേ? വല്ലയിടത്തും പോകണോ? നാളെ മാമൂസയ്ക്ക് പോയ പോലെ നമുക്ക് ഏതെങ്കിലും വീട് വഴിയൊക്കെ പോവാം. എനിക്കെൻ്റെ വീട്ടിലോട്ട് പോകണം. ആ എലിക്കുട്ടിയുടെ വീട് ഇതാ. ഏത് വീട്ടിലാണ് എലിക്കുട്ടി പോകണ്ടേ? വീട്ടിൽ നിന്ന് ആരാ വന്നെ? ആ അറിയത്തില്ലല്ലോ. ആര് വരുമെന്നാ പറഞ്ഞേ? ആര് വരുമെന്നാ പറഞ്ഞേക്കണേ? ആര് വരുമെന്നോ? ആ ആരും വരുവേ. ആ ആരും പറഞ്ഞിട്ടില്ല. ഇവിടെ ആരും വരുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതിനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കണേ. ആണോ? ആരാ സാധാരണ വരാറ്? സാധാരണ വന്ന് കൊണ്ടുപോകുന്ന ആരാ? സാധാരണ വന്ന് കൊണ്ടുപോകുന്ന ആരാ? നല്ല ചൂടാ അല്ലേ? ഇപ്പം തിളപ്പിച്ച് വെച്ചതാ. നമുക്ക് ചൂട് വേണമല്ലോ. എന്നാമേ എന്നാ പറഞ്ഞേ? എനിക്കറിയത്തില്ല. വേണ്ട പറഞ്ഞായിരുന്നല്ലോ. അത് കഴിച്ചില്ലല്ലോ. അത് കഴിച്ചില്ലല്ലോ. അത് കഴിച്ചില്ലല്ലോ ഒന്ന്. ആ അത് കഴിക്കേ. മൂടി വെക്കാമെന്നും വേണ്ട, കഴിച്ചാൽ മതി. ആർക്ക് കൊടുക്കാനായിട്ട്? വീട്ടോട്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. വീട്ടിലോട്ട് പോകുന്നതിനൊന്നും കുഴപ്പമില്ല. അത് കഴിച്ചിട്ട് പോയാൽ മതി. കഴിക്കാതെ അവിടെ വീട്ടിൽ തീറ്റയൊന്നുമില്ല. വീട്ടിൽ തീറ്റയൊന്നും ഇല്ലെന്നേ. ഭക്ഷണമൊന്നുമില്ല. ഭക്ഷണമൊന്നുമില്ല. അവരെങ്ങാണ്ട് പോയിരിക്കുക. അവരെങ്ങാണ്ട് പോയിരിക്കുക. അവിടെ കല്യാണത്തിന് പോയിരിക്കുക. കല്യാണത്തിന് പോയിരിക്കുവാന്ന്. കല്യാണത്തിനെ പോയിരിക്കുക. ആ വരുമ്പോൾ സന്ധ്യ ആയില്ലേ? വൈകുന്നേരം ആവും. അവിടെ കിടക്കാൻ വേണ്ടി ഇരുന്ന് കഴിക്കുക. ആരെയാന്ന് അറിയത്തില്ല. വീട്ടിലോട്ട് തിരിച്ചു വരുമ്പോൾ വൈകുന്നേരം ആവുമെന്നാണ് പറഞ്ഞത്. ചെറിയ ദൂരെയാണ് പോയിരിക്കുന്നത്. എന്നിട്ട് ഇത് കഴിക്കേ. കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതിനാ വേണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. കഴിക്കേ. ജോമോൾ അവിടെ കാണാത്ത കൊണ്ടാണെന്ന് തോന്നുന്നു. അത് കഴിക്കാനേ മൂന്നിലൊന്ന് ഭാഗമേ കഴിച്ചിട്ടുള്ളൂ. ബാക്കി ആളെ കാണാത്തതുകൊണ്ടാണ് ഇപ്പോൾ അതുകൊണ്ട് തിരിച്ചു പോകുന്നത്. മരുന്ന് വെള്ളം എടുത്ത് കുടി. വെള്ളം ആ ഇതെടുത്ത് തന്നവിടെ ഇരിപ്പുണ്ട്. എടുത്ത് കുടിച്ചു. തിന്നാൻ മേലായിരുന്നോ? വീട്ടിലോട്ട് പോകണമെങ്കിലേ വീട്ടിൽ ചെന്നാൽ ഒന്നും കഴിക്കാനില്ല. അതുകൊണ്ട് അത് കഴിക്ക്. അത് മൂടുമൊന്നും ഉണ്ടാക്കി കഴിച്ചാൽ മതി. അങ്ങ് കഴിച്ചാൽ മതി. നമ്മൾ നിർബന്ധിച്ചാലൊന്നും അങ്ങനെ കഴിക്കുകയില്ല. അല്ലെ അതുപോലെ തന്നെ വിശപ്പുണ്ടാകണം. ഇതിപ്പം ജോമോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ടാണ്. അമ്മ തിന്നതിൻ്റെ ബാക്കിയാണോ എല്ലാവരും തിന്നുന്നേ? വീട്ടിലോട്ട് പോകണം. ആ വീട്ടിലോട്ട് പോകുന്നതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ ആരുമില്ല. ആരെ? എന്നാ ഉടക്കാരെന്നാ നോക്കണേ? നിങ്ങളൊക്കെ പോയി നിങ്ങളുടെ കാര്യം നോക്കും. എന്നോട് ചോദിക്കാൻ എനിക്ക് ആൾക്കാരുണ്ട്. അവർ ചോദിച്ചോ, അവർ കൊണ്ടുപോകും. അതാരാ? ആരെങ്കിലും ആയിക്കോട്ടെ. ആരെങ്കിലും ആണെന്ന് പറഞ്ഞൊരു കാര്യമുണ്ടോ? ഞങ്ങളെ നോക്കാൻ ഉത്തരവാദിത്തപ്പെട്ട് ഏൽപ്പിച്ചിരിക്കുന്നതല്ലേ? ആരെങ്കിലും ആയിക്കോട്ടെ. നിങ്ങൾ നിങ്ങളുടെ കാര്യം പോയി. ഞങ്ങളുടെ കാര്യം നോക്കിയാൽ പറ്റുമോ? ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ നോക്കാതിരിക്കാൻ പറ്റുമോ? അതുപോലെ പഠിക്കുക. അവളോട് നിന്ന് പഠിക്കുക. പരീക്ഷയാ. ഡോക്ടറാകാനായിട്ട് കോളേജിൽ പഠിക്കുക. ഡോക്ടറാകാനായിട്ടാ?
ആ ഡോക്ടറൊക്കെ ആകട്ടെ. ചേച്ചിയുടെ മോളോ? ചേച്ചിയുടെ മകളാണ് അവളോ? അവൾ ചേച്ചിയുടെ മകളൊന്നുമല്ല, മകൻ്റെ മകളാ. മകൻ്റെ മകളാ. എന്താ? ഏലിക്കുട്ടിയുടെ മകൻ്റെ മകളാന്ന്. മകൻ്റെയോ? ആ ആരാ പറഞ്ഞു? ഞാൻ പറഞ്ഞു. രണ്ടായിരം അറിയാമായിരുന്നോ? പിന്നെ എൻ്റെ മകളെ എനിക്കറിയത്തില്ലേ? ചേച്ചി എവിടെ താമസിക്കണം? ചേച്ചീനെ എവിടെ താമസിക്കണേ? ചേച്ചി മണ്ണക്കനാട്ട്, കുറുപ്പന്തറ ചേച്ചിമാരൊക്കെ. പിന്നെ മൂന്നാം കാലത്തായിട്ടാണ്. ആ 2 ചേച്ചിമാരില്ലേ? 2 ചേച്ചിമാരില്ലേ? എത്ര ചേച്ചിമാരുണ്ട്? എത്ര ചേച്ചിമാരുണ്ട്? അതിനാ ലേലിക്കുട്ടിക്ക് എത്ര ചേച്ചിമാരുണ്ട്? ചേച്ചിയുടെ മകളെന്ന് പറയുമ്പോഴത്തേനെ 2 ചേച്ചിമാരില്ലേ? മമ്മി ഇല്ലാത്തതുകൊണ്ട് ഒന്നും കഴിക്കാതെ അങ്ങേറ്റ് പോയി. ഇച്ചിരി കഴിച്ചിട്ട്. അല്ലെ കൂടെ ഇരുന്ന് കഴിക്കണം അല്ലേ? കൂടെ ഇരുന്ന് കഴിക്കാൻ ആൾ വേണം. നിങ്ങൾ ടോയ്ലറ്റൊക്കെ പോയിരിക്കേ ചുമ്മാ കഴിക്കാം. ആ ആവശ്യമില്ലാത്ത പറഞ്ഞോണ്ടിരുന്നിട്ടൊരു കാര്യം. ആവശ്യമില്ലാത്ത അവനൊരു കാര്യം നോക്കാം. ആവശ്യമില്ലാത്തതല്ലല്ലോ പറഞ്ഞേ, ഭക്ഷണം കഴിക്കണ കാര്യമല്ലേ പറഞ്ഞേ. പിന്നെന്താ പറഞ്ഞ ആർക്ക് ആവശ്യമുള്ള കാര്യമാണ് പറഞ്ഞത്? ഒന്നുമില്ല. എലിക്കുട്ടിക്ക് ആവശ്യമുള്ള കാര്യം. എലിക്കുട്ടി ഭക്ഷണം കഴിക്കണ്ടേ? അല്ലെ പിന്നെ ഞങ്ങൾ വഴക്ക് കേൾക്കിയല്ലേ? കാര്യത്തിൽ ആരും പറയാറുണ്ട്. എനിക്ക് ആൾക്കാരുണ്ട്. ആ ആൾക്കാരുണ്ടെന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്ത് നിൽക്കുമ്പോൾ ഞങ്ങൾ നോക്കണ്ടേ? ഭക്ഷണമൊക്കെ തന്നില്ലെന്ന് പറയല്ലേ? ഓരോ തൊട്ടിലും പൊട്ടിച്ച് ഇറങ്ങും മറ്റുള്ളവരെ കുഴയ്ക്കാൻ. ആണോ? അതാരായിരിക്കും? വഴി കഴിച്ച് തലമുറ. വഴി വഴിച്ച് തലമുറയാണോ വരുന്നത്? എനിക്ക് വേണ്ട. ഒന്ന് കഴിക്കുക, അവളും കഴിക്കുക. ചെല്ല് ചെന്ന് കഴിക്ക്. മകളല്ലേ വിളിച്ചേ? മകളല്ലേ വിളിച്ചേ? ചെല്ല്. എനിക്ക് വേണ്ടത് അവൾ കഴിച്ചോളൂ. അവള് വേറെ എടുക്കുന്നുണ്ട് കഴിക്കാൻ. എടുത്തുകൊണ്ട് വെച്ച് നമുക്ക് കഴിക്കാനാ. അവളെ വേറെ കഴിക്കാൻ എടുക്കുന്നുണ്ട്. പ്രിയപ്പെട്ട മകളല്ലേ വിളിക്കുക? ചെല്ല്. നിങ്ങളാരും തീരുമാനിക്കേണ്ട. കഴിക്കാനുള്ളത് തീരുമാനിച്ചു. ആ കഴിക്കാനുള്ളവർ തീരുമാനിക്കണം. അതിലെ അല്ലാതെ പോയി കഴിപ്പിക്കാൻ വൈ കുത്തിക്കയറ്റാൻ പറ്റിയല്ലോ. എവിടെയെങ്കിലും വൈ കുത്തിക്കയറ്റി കൊടുക്കാൻ പറ്റുമോ? അല്ലേ? ബാ പോകാതെ വേണ്ട, അവള് വരുന്നുണ്ട്. കഴിച്ചു തീർക്ക്. എന്ത് എനിക്കങ്ങ് വേണ്ട. അതെന്നാ അത്? അതെന്നാ? വേണ്ട വേണ്ടെന്ന്. അതെന്നാ സാധനം? അതിനാ? അത് എലിക്കുട്ടിയുടെ ചെരുപ്പല്ലേ? എലിക്കുട്ടിയുടെ ചെരുപ്പല്ലേ അത്? അത് പെരക്കാത്തിടുന്ന ചെരുപ്പാടി. അത് പുറത്ത് പോകുമ്പോൾ ഇടുന്ന. അതിപ്പോൾ ഓരോന്ന് മാറി മാറി ഇടുന്ന. ഇങ്ങനെ വരാൻ നമുക്ക് വേണം ഇത് എടുത്ത് വെച്ച് കഴിക്കാൻ. വന്ന് കഴിക്കേ, കഴിച്ചിട്ട് അവൾ മേടിക്കും. എനിക്ക് വേണ്ട. ചെല്ലേ. എനിക്ക് വേണ്ട. അതിനാ വേണ്ടില്ല. വിളിക്കടി ചെല്ലാൻ. കൊച്ചുമോളെ വിളിക്കണം കഴിക്കാൻ ചെല്ലാൻ പറഞ്ഞു. ചെരുപ്പം പോഞ്ഞ് കെട്ടി വെച്ചിരിക്കുക കുറേ നാളായി. മറ്റേ പുതിയ ചെരുപ്പായിരുന്നു നിനക്ക് പോഞ്ഞ് കെട്ടി വെച്ചിരുന്നത്. എനിക്ക് വേണ്ട. ഇതൊക്കെ എന്നതാ? ആരുണ്ടാക്കിയതാ? നീയാണ്. ആരെ ഇവിടെ വന്ന് ഉണ്ടാക്കിയ? ജോമോനോ? എന്നിട്ട് അവളെന്ത്? പള്ളിയിൽ പോയോ? ഇതൊക്കെ വെച്ചിരിക്കുകയാണ്. എനിക്കൊന്നും വേണ്ട. ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോവാം. ഏതാ വീട്?
ഏത് വീടാ? വീടോ? വീട് അറിയാലേ? ഇല്ല. ഇത്ര നാളായിട്ടോ? അതേ തൂത്തം വരെ അങ്ങ് വന്നേക്കാം. അറിയാല എന്റെ വീട് ഞാറുകുളവാ. എത്ര വർഷങ്ങളായ കാലങ്ങൾ. എന്റെ വീട് ഞാറുകുള, അമ്മച്ചിയുടെ വീടാ അരയത്ത് പുത്തമ്പര. അമ്മച്ചി ജനിച്ച വീട്. ആ ഇവിടെയൊന്നും വരാറില്ലേ? ഇല്ലേ? താമസിക്കാറില്ലേ? അവൾ അവധിക്കല്ലേ വരാറുള്ളൂ. ഞാൻ അവധിക്കല്ലേ എപ്പോഴും എന്നെ. പഠനത്തിനൊക്കെ അവധി കിട്ടുമ്പോൾ വരും. ഇത് കഴിക്ക്. എനിക്കൊന്നും അറിയത്തില്ല. വീട്ടോട്ട് പോണേലും കഴിക്കണം, കഴിക്കാതെ പോകാൻ പറ്റിയില്ല. പേപ്പറിനകത്ത് പൊഞ്ഞു കിട്ടി വെച്ചിരിക്കുക ചെരിപ്പേ. കേട്ടേ എലിക്കുട്ടി, അതുകൊണ്ടാ വെച്ചിട്ട് വന്ന് കഴിക്കുക. കഴിച്ചിട്ടേ പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാ വെച്ചിട്ട് വന്ന് കഴിക്കാൻ. എനിക്ക് വേണ്ട. അതിനാ വേണ്ട. കൊച്ചവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ടല്ലോ, കൂട്ടിരുന്ന് കഴിച്ചു. വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. ഇതൊന്നും കഴിക്കത്തില്ല. അതിനാ ഇതൊക്കെ കഴിക്കുന്നതാണല്ലോ. ഇതാണ് കൊച്ചിൻ്റെ. കൊണ്ട് വെച്ചേര്. അവിടെ വെച്ചോട്ടെ. ചെരുപ്പും അതെന്നാത്തിനാ? അതൊക്കെ എന്നാത്തിനാ? വേണ്ടേ? ഒരിക്കലും വേണ്ടേ? ഇത് ഞാൻ നേരത്തെ ഉപയോഗിച്ചോണ്ടല്ലോ. വേണമെന്നോർത്ത് വെച്ചില്ലേ? എനിക്ക് വേറെ ഉണ്ട്. വേറെ ഇപ്പം 2 എണ്ണം മേടിച്ചാ. എന്നാ ജോമോൾക്ക് രോമോക്കോ? ജോമോൾക്ക് കൊടുത്തേ. ആരാ മേടിച്ചു തന്നെ? ചെരുപ്പാരാ മേടിച്ചു തന്നു. ചെരുപ്പാരാ മേടിച്ചു തന്നത്? മേടിച്ചു തരുമോ? മേടിച്ചു തന്നത് ആരാ? ആര്? ആ ചെരുപ്പ് ആരാ മേടിച്ചു തന്നിരുന്നു? നിനക്കാരാ മേടിച്ചു തന്നെ? അമ്മച്ചിക്ക് ആരാ ചെരുപ്പ് മേടിച്ചു തന്നേന്ന്? ആ ചെരുപ്പ് അമ്മച്ചിക്ക് ആരാ മേടിച്ചു തന്നേന്ന്? നിനക്കോ? എനിക്കല്ല, അമ്മച്ചിക്ക്. എനിക്ക് മേടിച്ചു തരും. എൻ്റെ മക്കൾ മേടിച്ചു തരും. ഏത് മക്കളാ? ആ മക്കൾ. ഏത് മകനാ മേടിച്ചു തന്നത്? ഏത് മകനാ മേടിച്ചു തന്നത്? ഏത് മകനെങ്കിലും ആട്ടോ. അതിൻ്റെ അവരവൻ്റെ മക്കളുടെ കാര്യത്തിൽ അവരൊക്കെ അറിയാം. കിടക്കാൻ പോവാം. എനിക്ക് ഇനി അവർ വരുമ്പം കൊണ്ടുപോകാൻ വരും. ഇപ്പം ഇവിടെ കൊണ്ടുപോകണില്ലേ? ഒന്നാരങ്ങ് പോയാൽ ഇവിടെ കൊണ്ടുപോകണില്ലേ? അമ്മ പോയാൽ ഇവള് പോയില്ലേ? അമ്മയെ കാണാൻ വേണ്ടിയല്ലേ ഇവള് വന്നേ? അവിടെയാ ഇവള് ഇനി അവളെ കൊണ്ടുപോകണമെങ്കിൽ അവൾക്ക് വരാൻ പറ്റും. അപ്പം അവള് പോരത്തില്ല. അവളുടെ വീട് ഇതാന്നാ പറഞ്ഞേ. കുഞ്ഞു കൊച്ചല്ലേ എടുത്തോണ്ട് പോയി. കുഞ്ഞു കൊച്ചൊന്നുമില്ല. അവള് പോരത്തില്ല. അവളുടെ വീട് ഇതാന്നാ പറഞ്ഞേ. ഇത് നിന്റെ എരിപ്പാ? എന്റെ എരിപ്പല്ല, അമ്മച്ചിയുടെ എരിപ്പാ. അമ്മച്ചിയുടെ എരിപ്പാന്ന്. ആരുടെ? ചെരുപ്പ് എൻ്റെ അല്ല, നിന്റെ. അമ്മച്ചി നിനക്ക് വേണ്ടി മേടിച്ച് പാത്ത് വെച്ചിരുന്നാ. നാളെ എത്രയാണെന്നറിയാവോ? വിവീനെ വരുമ്പോൾ കൊടുക്കണം, വിവീനെ വരുമ്പോൾ കൊടുക്കണം, വിവീനയുടെ ചെരുപ്പാന്നും പറഞ്ഞ് വെച്ചിരിക്കുന്നത്. അതവിടെ കൊണ്ട് വെക്കാൻ പോകുന്നു. അവിടെ പോയി നോക്കാൻ പോണതാ, വെക്കാൻ പോണതല്ല. ഇങ്ങനെ വന്നിത് കഴിക്കേ. ഇവിടെ പോവും. ഇവിടെ വന്നിരുന്ന് കഴിക്കേ. അവിടെ എന്നാ നോക്കുക? എപ്പോഴും നിൻ്റെ മുറിയിലാണ് പരിശോധന. എങ്ങനെയുണ്ടോ അവിടെ? എങ്ങനെയുണ്ടെന്ന്? തേപ്പ് പെട്ടിയൊക്കെ കേടായി പോയാന്നേ. സൂക്ഷയില്ലെന്നേ. സൂക്ഷമില്ല. അവിടെയല്ലേ തേക്കുന്നേ? എല്ലാം തേക്കുന്ന അവിടെയാ. ഇത് കഴിക്കും വന്നിരുന്ന്. കണ്ട അവളും കഴിക്കുന്നത് അത് തന്നെയല്ലേ? കഴിച്ചാലേ കൊണ്ടുപോകണമെന്നാ പറഞ്ഞു അവള് കേട്ടോ. വീട്ടിലേ മമ്മി ഇവിടെ ഇല്ലാത്തതിൻ്റെയാന്ന് തോന്നുന്നു. അത് തന്നെയാ അത്. കഴിക്കാൻ വേണ്ടി വെച്ചതാ. കഴിക്കാൻ വേണ്ടി വെച്ചതാന്ന്.
ആരാ? ഞാന് കഴിച്ചു. ഞാൻ കഴിക്കുന്നുണ്ട്. അമ്മച്ചിയോട് വെച്ചതാ. എല്ലാം കഴിച്ചും പാത്രമൊക്കെ കഴുകി വെച്ചും വന്നിരിക്കുകയോ കിടക്കുകയൊക്കെ ചെയ്യും. കഴിച്ചാലേ അവള് കൊണ്ടുപോകുള്ളൂ കേട്ടോ. കഴിച്ചാലേ അവള് വീട്ടിൽ കൊണ്ടുപോകുള്ളെന്ന്. ഇത് കഴിച്ചാലേ അവള് വീട്ടിൽ പോവുള്ളെന്ന്. ആരെ? എലിക്കുട്ടീനെ. എലിക്കുട്ടിക്ക് വീട്ടിൽ പോകണ്ടേ? പോകണ്ടേ? അതൊക്കെ ഞാൻ പൊക്കോളാം. എങ്ങനെ പോവും? ആരും കൊണ്ടുപോകാൻ തന്നെ പൊക്കോളുവോ? നല്ലത് കഴിക്കണം. നടന്നു പോകണം. വിശക്കിയല്ലേ? ഇപ്പം വിവിനെ ഇരുന്നിട്ടും രക്ഷയില്ല, കഴിക്കുകയില്ല. മമ്മിയെ കാണാത്തോണ്ടാന്ന് തോന്നുന്നു. ആ മമ്മി പോയതിൻ്റെ മുഖം മാറ്റാണത്. അതാണ് ഇച്ചിരി കഴിച്ചിട്ട് അതിന് പകുതി കഴിച്ചിട്ട് ഏറ്റുപോയത്. അല്ല മമ്മി കൂടെ ഇരുന്ന് കഴിക്കുന്നതല്ലേ. അതാണ് അവിടെ ഇരുന്ന് വേണ്ടൊക്കെ പറയുന്നുണ്ട്. അവള് പോവാന്ന്, ബിബീനെ പോവാന്ന് വന്ന് കഴിക്കാൻ. എലിക്കുട്ടി നിർബന്ധിക്കുന്നൊന്നുമില്ല. വേണമെങ്കിൽ കഴിക്കട്ടെ, പറയണമെന്നല്ലേ ഉള്ളൂ. പറഞ്ഞാൽ ചിലപ്പോൾ കേൾക്കും, ചിലപ്പോൾ അങ്ങ് കഴിക്കില്ല. അപ്പം മമ്മിയെ കാണാത്തോണ്ടാന്ന് തോന്നുന്നു. കഴിക്കാൻ വരുന്നുണ്ടോ? കഴിക്കാൻ വരുന്നുണ്ടോന്ന്? ഞങ്ങളുടെ കാര്യമാണ് നോക്കുന്നത്. ഞങ്ങളുടെ കാര്യത്തിൽ പെട്ടതല്ലേ എലിക്കുട്ടി, ഞങ്ങളുടെ കാര്യത്തിൽ പെട്ടതാ. വരുന്നില്ലല്ലേ? എന്നാൽ ഞങ്ങൾ പോവാ കേട്ടോ. ഞങ്ങൾ പോവുക, വീട്ടിൽ പോവാ. ഞങ്ങൾ വീട്ടിൽ പോവാ. വീട്ടിൽ പോവുകയെന്ന്. എലിക്കുട്ടി പോരുന്നില്ലേ? ആ എലിക്കുട്ടി പോരുന്നില്ലേ? തടസ്സം പിടിക്കേണ്ട കാര്യമല്ലേ, മറ്റുള്ളവരുടെ ജീവിക്കേണ്ട മറ്റുള്ള സ്ഥലത്തല്ല. നിങ്ങളുടെ സ്ഥലത്തല്ലല്ലോ. ഞങ്ങളുടെ സ്ഥലത്തല്ലല്ലേ? അപ്പം ഞങ്ങളിവിടെ പോരുന്നില്ല, കാപ്പിയും കുടിക്കുന്നില്ല. എന്നെ കൊണ്ടുപോകാനുള്ളവരും അന്വേഷിക്കാനുള്ളവരും ഉണ്ട്. അവർ വരും, എന്നെ കൊണ്ടുപോകും. അതാരാ? വേറെ ആരും എന്നെ പിടിക്കാനും പോകണ്ട, അന്വേഷിക്കാനും പോകണ്ട. അതാരാ വരുന്നേ? വഴി പഴിപ്പിക്കാനായിട്ട്. വഴി പഴപ്പിക്കുമല്ലേ? എവിടെയെങ്കിലും എന്തെങ്കിലും കേട്ടിട്ടുണ്ടെങ്കിൽ കുറേ അങ്ങ് ഇറങ്ങുവാ. എല്ലാത്തിനായാലും ഒരു ബന്ധമില്ല. ആണോ? ഒരു ബന്ധമില്ലാത്തവരല്ലേ? എന്നെ ഓർത്തോണ്ടാണ്. എന്നെ ഒരു ജീവിതം. ഒരു ബന്ധമില്ലാത്തവർ വന്ന വഴക്കുണ്ടാക്കുമല്ലേ? ഭക്ഷണം കഴിക്കാത്തവരെ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വീട്ടിലോട്ട് കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞേക്കണേ, കാപ്പി കുടിക്കാത്തവരെ കേട്ടോ. കാപ്പി കുടിക്കാത്തവരെ വീട്ടിൽ കൊണ്ടുപോയില്ലെന്നാണ് പറഞ്ഞേക്കണേ. പോകാനേ പോയി കിടക്കുമോ? നിങ്ങൾ വീട്ടിൽ പോവുമോ? ഇത് വല്ലതും കഴിക്കുകയൊക്കെ ചെയ്യും. എന്നെ ഇവിടെ കിടന്നോണ്ട് ചവച്ചോണ്ട് തന്നെ കാര്യം. എലിക്കുട്ടി കഴിക്കണ്ടേ? എലിക്കുട്ടീനെ കഴിപ്പിക്കണ്ടേ? ഇവിടെ ആരും നിങ്ങൾ ശരീരത്തിന് വലിയല്ലോ, ഒന്നും ചോദിക്കണമില്ല, ഒന്നും പറയണമില്ല. പിന്നെ എലിക്കുട്ടി ഒന്നും കഴിച്ചിട്ടില്ലെന്ന്. സമാധാനം തരാം. എലിക്കുട്ടി കഴിക്കണ്ടേ? എലിക്കുട്ടി വല്ലതും കഴിച്ചോ രാവിലെ? എലിക്കുട്ടി വല്ലതും കഴിച്ചോ? എനിക്ക് ആൾക്കാരുണ്ട്, അവര് വെച്ചോടെ കഴിയും വന്ന് എന്നെ കൊണ്ടുപോകും. അപ്പം എൻ്റെ പാത്രങ്ങളും എൻ്റെ കട്ടിലും എൻ്റെ വെട്ടി എല്ലാം കൊണ്ടുപോകും. പിന്നെ ഞാൻ എല്ലാത്തിനും ഇവിടെ കിടക്കണം. അതുകൊണ്ടാണ് അങ്ങനെ അഹങ്കരിക്കുന്നല്ലേ? എല്ലാത്തിനും ചവയെ കേട്ടോ. അതുകൊണ്ട് അഹങ്കരിക്കുന്നത്, ഇഷ്ടപ്പെടാത്തത്. വെള്ളിയാഴ്ച ഇല്ലാത്തത്. വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്തതല്ലേ? ഇപ്പൊ കഴിക്കുന്നില്ല. അവനെ കാര്യം നോക്കണം. അയാൾക്ക് ആണുങ്ങൾക്കൊക്കെ അവർക്ക് വീട്ടിലും അവരുടെ പരിസരത്തുമായിട്ട് നോക്കിയാൽ പോരെ. പിന്നെ മറ്റുള്ളടത്തോട്ട് വഴക്കനോ വൈകിട്ട് അങ്ങനെ എന്തിനാ? വഴക്കനെന്നാ വന്ന? ഭക്ഷണം കഴിക്കാൻ പറഞ്ഞല്ലേ, രാവിലത്തെ കാപ്പി കുടിക്കാൻ പറഞ്ഞല്ലേ ഉള്ളൂ. മറ്റുള്ളവരെ തോന്നിക്കാൻ ആണോ? ബന്ധമില്ല, ബന്ധമില്ലാതെ. ബന്ധമില്ലാതെ വഴക്കിന് വരുമല്ലേ? കാരണന്മാർ പറയാനോ എല്ലാം കേൾക്കാൻ അവർക്ക് കണ്ണിനും കണ്ണാടിക്കും കാണാൻ മേലെ മറ്റുള്ളവരെ ഇങ്ങനെ ഇതുങ്ങളൊക്കെ വന്നുകൊണ്ടു.
എന്നാ ഇനി വഴി വലിച്ച തലമുറയാണിപ്പോൾ. ആണോ? വഴി വരച്ച തലമുറ കയറി വീട്ടിൽ വരുന്നുണ്ടല്ലേ, വീട് വഴിയല്ല അല്ലേ? ഓടി വന്നേക്കോ, ഓടി വന്ന് കയറിയൊക്കെ അതുകൊണ്ട് ഒരു കാര്യമില്ല. മറ്റുള്ളവരെ വഴി വഴിപ്പിച്ച് കളയാനല്ലാതെ അവരുടെ ഭാവി നഷ്ടപ്പെടുത്തി കളയാം. ആരുടെ? ഇതുങ്ങളൊക്കെ വന്ന് ആരുടെ ഭാവി? എലിക്കുട്ടിയുടെയാ? ഓരോരുത്തരും പ്രത്യേകമുണ്ട്. അവരെ ആയിട്ട് അവരെ ജയിക്കുള്ളൂ. അതിന് മറ്റുള്ളവരെ ഓടി വന്നാൽ ഒന്നും കിട്ടിയല്ല, തരുവേ ഇല്ല. മറ്റുള്ളവർക്ക് ഇഷ്ടമുള്ളത് മറ്റുള്ളവർ ഇന്ന് എവിടുന്നെങ്കിലും പിടിച്ചോണ്ട് പോക്കണം. ഇവിടെ ആരും ഉത്തരവാദിത്തമില്ല. ഒന്നും കുഞ്ഞുകുള്ളവർ അല്ലല്ലോ, പൂഴ്ചയില്ലാത്തത്. ആർക്കും വേണ്ട കിടക്കുന്നവരോട് പണ്ട് ഇങ്ങനെയൊരു സംഭവമില്ല. എല്ലാം നല്ല കൃത്യനിഷ്ഠയിലാണ് കാരണവന്മാരും മക്കളും കുടുംബവും ജീവിച്ചോണ്ട്. കണ്ടത് കേട്ടത് എന്നെ വിളിക്കുകയോ വരുവോ ഒരു വീടോ ആയിട്ട് യാതൊരു ബന്ധവുമില്ല. അതിൻ്റെ കാര്യത്തിനുള്ളവരെ മാത്രം. ഇപ്പം മമ്മിയെ കാണാത്തവനാണ് ഈ പറഞ്ഞല്ല കേട്ടോടി. ഇതൊക്കെ പണിയിപ്പിച്ച് എടുത്തത് അല്ല ചെരുപ്പയ്ക്ക് ആണോ? അതാരാ പണിയിച്ചേ? എന്തെങ്കിലും വൃത്തികേടുണ്ടോന്ന് വെച്ചു. ആ, അതാര് പണിയിച്ചാ? പൈസയും കൊടുക്കും. അതാരാ പണിയിച്ചേ? എലിക്കുട്ടി പണിയിച്ചാണോ? കാലിനും കാലയിലും പാകാം. ആര് പണിയിച്ചത്? എല്ലാം പോ. എന്തിനാ നിൽക്കണേ? ഇവിടെ ഒന്നുമില്ല, ഒരു സംഭവം കിട്ടാൻ. ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുക. ആ, അപ്പം ഇവിടെ ആരും വേണ്ടേ? ഞാനൊന്ന് കേൾക്കൊന്നു വെച്ചു. ഇവിടെ ആരും വേണ്ടേ? എനിക്ക് ആൾക്കാരുണ്ട്, അവരെന്നെ കണ്ടു പോകും. ഇവിടെ ആരും വേണ്ടേ നേരപ്പം? കണ്ടവരെ പുറകെ പോയിട്ട് എന്നാ ചെയ്യാനാ? അതെ അതെ, കണ്ടവരെ പുറകെ പോയിട്ട് ഒരു കാര്യവുമില്ല. പട്ടിയുടെ കാര്യം തെണ്ടപ്പട്ടിയുടെ കാര്യം പറഞ്ഞത്. ആ അതെ, ഏറ് മേടിച്ച് പോരാ അല്ലേ? കണ്ടവരെ പുറകെ പോയാൽ ഏറ് കിട്ടും. അതുകൊണ്ട് സ്വന്തം വീട്ടിൽ നിൽക്കണം. എൻ്റെ സാധനങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ പോവുക. ഒന്നുമില്ല, എൻ്റെ വസ്ത്രം 2-3 ഒത്തിരി ഒന്നുമില്ല, അത്യാവശ്യത്തിന് മാത്രം. വേണ്ടേ? വേണ്ട. ആ എന്നാ ഞാൻ കൊണ്ടുപോകാം. ഉള്ള പൈസ മുടക്കി എനിക്ക് വിലയിട്ടിട്ടും പോയി അതിൻ്റെ കാര്യമാവും. പൊക്കോ, റൂമിൽ പൊക്കോ. എന്നാ റൂമിൽ പൊക്കോളാന്ന്. എവിടെയാ റൂമിൽ പൊക്കോളാൻ. എവിടെയാ പോണേ? ഇതെന്നെ പറയണം. അത് അമ്മയുടെ ചെരുപ്പല്ലേ? അമ്മയുടെ ചെരുപ്പ് അവൾക്ക് വേണ്ടെന്നാ പറഞ്ഞു. അവൾക്ക് ചെരുപ്പുണ്ടല്ലോ. അത് അമ്മയ്ക്ക് അവൾക്ക് പാകമാകിയല്ലേ അമ്മേ? എലിക്കുട്ടിയേ, ഇതൊക്കെ ആര് വെച്ചേക്കണം? ഇതൊക്കെ തിന്നെ. അത് എലിക്കുട്ടി കൊണ്ട് വെച്ചായിരുന്നു. എൻ്റെ ഒന്നുമല്ല. എലിക്കുട്ടി കഴിക്കില്ല, പിന്നെ ഇങ്ങനെ? എലിക്കുട്ടി കഴിക്കില്ല, പിന്നെ എങ്ങനെയാന്ന് പറ. അതെന്തിനാ ഇവിടെ കൊണ്ടോ വെച്ചേ? എലിക്കുട്ടിക്ക് കഴിക്കാൻ വെച്ചല്ലേ? വേണ്ടാത്തോര് വേണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ എൻ്റെ കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. അവർക്ക് ആവശ്യമുണ്ടെങ്കിൽ അവരന്നേരം കഴിച്ചോ. അത് പറഞ്ഞൊരു എല്ലാം കളയാതെ. അത് പറഞ്ഞൊരു കാര്യമുണ്ടോ? എലിക്കുട്ടി കൊടുക്കാതിരിക്കാൻ പറ്റുമോ? പിന്നെ ഭക്ഷണം തന്നില്ലെന്ന് പറയാലേ? നിങ്ങൾക്ക് ചെരുപ്പ് വേണോ അടി? വേണോ? പത്രം പറയടി. ഞാൻ കൊണ്ടുപോകും. ഞാൻ ഒന്ന് ഇരുന്നോട്ടെ സമാധാനത്തോടെ. എന്തുവാ നിനക്ക് ചെരുപ്പ് വേണമെന്ന് ചോദിക്കുന്ന കേട്ടില്ലേ? ചെരുപ്പ് വേണ്ടെന്ന്. ചെരുപ്പ് വേണ്ടേ? വേണ്ട. വേണ്ടെന്ന്. ഇത് മേടിക്കാത്തതിൻ്റെ ഗർവാ. ഞാൻ കൊണ്ടുപോകാം. ആ അമ്മയുടെ ചെരുപ്പ് അവൾക്ക് പാകമാകിയല്ല. അമ്മയുടെ ചെരുപ്പ് അവൾക്ക് കീറത്തില്ല. ചെരുപ്പേ, എലിക്കുട്ടിയുടെ ചെരുപ്പ് അവൾക്ക് പാകാകത്തില്ല. അവിടെ കാല് വലുതാ. പിന്നെ ആരുടെയാ? ആണോ? ആ, പണിച്ച് മേടിച്ചാണോ? അവളെ ചെരുപ്പ് അമ്മയുടെ ചെരുപ്പ് അവൾക്ക് പാകാകത്തില്ല. പിന്നെ എന്തിനാ?
വേണോ അവിടെ എന്നാ നീ വന്നേരി ഞാൻ മേടിച്ചോളാം. കൊടുക്കോ എടുത്തോളാം. അത് മേടിക്കാന്നിരുന്നതിൻ്റെയാണ് ആ ഗർഭം ഉണ്ടായിരുന്ന മുഖത്ത് കേട്ടോ അല്ലേ? അമ്മ പണിയിച്ച് വെച്ചിരുന്ന ചെരുപ്പ്. എലിക്കുട്ടിയമ്മയുടെയും കുടുംബത്തിൻ്റെയും വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറി കാണുക. സപ്പോർട്ട് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.